നമ്മുടെ ഭക്ഷണക്കാട്ടിലെ ബാക്കിയുള്ള ഫലവൃക്ഷങ്ങളെയും കൂടെ കാട്ടിത്തരാം. ഇത് നമ്മുടെ പേരയാണ്. നിറയെ പിടിച്ചിട്ടുണ്ട്, കുരുരാന്ന് പിടിച്ചിട്ടുണ്ട്. ഒരു 1.5 മാസം കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് പേരയ്ക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൂച്ചപ്പഴം. ഞങ്ങളുടെ നാട്ടില് ഇത് കാവുകളിലൊക്കെ ഒരുപാടുണ്ടാവും. ഞങ്ങളുടെ കോളാത്തമ്പലം, ഇവിടെ ഒരു അമ്പലമുണ്ട്. കോളാത്തമ്പലത്തിലെ കാവില് നിറയുണ്ട്. അമ്പലത്തിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഉണ്ട്. നല്ല ഇലച്ചാർത്താണ്. ഇത് നന്നായിട്ട് വളരും. ഇത് നമ്മുടെ ചാമ്പ വർഗത്തിൽ പെടുന്നതാണ്. ഇതിങ്ങനെ തിന്ന. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മ്യൂസിയത്തില് ഒരു വേലി വിള പോലെ ഇത് വെച്ചിട്ടുണ്ട്. നടന്നു പോകുന്നവരൊക്കെ പറിച്ച് കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്. നല്ല രസമുണ്ട്. ശകലം മധുരം, ഒരു സൈഡിൽ കൂടെ ചെറിയ പുളിയോടും. വലിയ വികാരങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിട്ട്. കൊച്ചു പിള്ളേരൊക്കെ നല്ല കൗതുകമാണ്, നമ്മൾ കഴിക്കുകയും ചെയ്യും. നല്ല രസമുള്ളൊരു സംഭവം. നല്ല ഔഷധ ഗുണമുണ്ട് ഇതിന്. ഇനി നമുക്ക് കടപ്ലാവ് കാണാം. എന്താണെന്ന് അറിയില്ല, ഈ പ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നനച്ചിട്ടൊന്നുമില്ല നമ്മള്. കാരണം എന്താന്ന് വെച്ചാല് ഓടിയെത്താൻ നല്ല പാടായിരുന്നു. നല്ല ഉണക്കുള്ളൊരു വർഷമാണ് ഈ വർഷം. അപ്പോൾ ഒത്തിരി, എന്നാലും ഇടയ്ക്കൊക്കെ ഇത് ചെറിയ ചെറിയ രീതിയിൽ ഇത് വാടി വീണു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാ കൊമ്പിന്റെ തുഞ്ചത്തും ഒരു 2 എണ്ണം മിനിമം വെച്ചിട്ട്, പരമാവധി താണ്ട കണ്ടോ 5 എണ്ണത്തിന് 2 എണ്ണമെങ്കിലും മിനിമം വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ 3-4 കടപ്ലാവിന്റെ മരങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പൊ ഭക്ഷണക്കാട്ടില് നമ്മള് സ്ഥിരമായിട്ട് നമുക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. വാഴയുണ്ട് ഇവിടെ, അതേപോലെ തന്നെ ചാമ്പയുണ്ട്. നമ്മുടെ തായ്ലൻഡ് ചാമ്പയാണ് ഇത്. പച്ചക്കായാലും നല്ല മധുര, നല്ല മധുരമുള്ള ചാമ്പയാണ്. ഭക്ഷണക്കാട് എപ്പോൾ വന്നാലും ഭക്ഷണം ഉണ്ടാവും. അതാണ് ഭക്ഷണക്കാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സ്നേഹം, സന്തോഷം, നന്മകൾ.